പിയെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ് ഒരു കാര്യം ഞാൻ അരക്കിട്ട് ഉറപ്പിച്ച് പറയാം. കേരളത്തിലെ രണ്ട് മുന്നണികളും ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് തീവ്ര മതേതര നിലപാട്, മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ഒക്കെ വെച്ച് ഒക്കത്തും കക്ഷത്തും വെച്ച് നിങ്ങൾ നടത്തുന്ന തീവ്ര മതേതരം ഉണ്ടല്ലോ. ഹിന്ദു ധർമ്മ ധ്വംസകനാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഒരു ഹിരണ്യ കശിപ്പുവാണ് എന്ന് ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ നിരന്ന തെരഞ്ഞെടുപ്പിലാണ് 100 സീറ്റ് 99 സീറ്റോടുകൂടി അവർ ജയിച്ചത്. നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടാതിരുന്നത്. ഇപ്പോൾ ദാ അങ്ങനെ പോലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറയും? അഭിലാഷേ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇംഗിതത്തിനൊത്തല്ല വളരുന്നത് എന്ന് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തന്ന കടുത്ത ആഘാതത്തെ നിങ്ങൾ മറന്നു പോകരുത്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. താങ്കൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ തൃശ്ശൂരിൽ ഗവേഷണം നടത്തി പ്രഖ്യാപിച്ചെന്തായിരുന്നു? കേരളത്തിലെ BJPയുടെ വോട്ട് ഷെയറിനെ കുറിച്ച് നിങ്ങൾ പ്രവചിച്ചെന്തായിരുന്നു? കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇംഗിതത്തിനനുസരിച്ചോ നിങ്ങളുടെ നിഗമനങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ പിടിതരുന്നതല്ല കേരളത്തിലെ ജനസാമാന്യമെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ചോദ്യം ചോദിച്ചു. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നത് ആരുടെയും പിന്തുണയോടെ അല്ല അഭിലാഷേ. ഭാരതീയ ജനതാ പാർട്ടി വളർന്നതും വികസിച്ചതും മുന്നോട്ട് പോയതും MP-മാരെ കണ്ടെത്തിയതും വിജയിച്ചതും ആറ്റിങ്ങലും വടകരയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ശക്തമായ വോട്ടുകൾ BJPയിലേക്ക് വന്നത്. കെ കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ BJPക്ക് അകത്തേക്ക് വന്നത് ഏതെങ്കിലും നേതാക്കന്മാരുടെ പിന്തുണ കൊണ്ടോ അവരുടെ ആശീർവാദത്തോടെയോ അവരുടെ അനുഗ്രഹത്താലോ അല്ല എന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. ഒരുപക്ഷെ അഭിലാഷിന്റെ ഇൻട്രോ കേട്ട് ഈ ഇന്നിപ്പോ സമനില അല്ലാണ്ട് വായുവിൽ നിൽക്കുന്ന അരുൺകുമാറിനെ പോലുള്ള ആളുകൾക്ക് സന്തോഷമുണ്ടാകും. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനെ പോലെയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച്. അമേരിക്കയോട് കിടപിടിക്കുന്ന ആശുപത്രി. അപ്പൊ കേരളത്തിൽ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകണ്ടല്ലോ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. മാത്രവുമല്ല ഫ്ളാറ്റുകളെ കുറിച്ചും അദ്ദേഹം ഏതോ ഒരു വലിയ സ്വപ്ന ലോകത്താണ്. സർ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഇതിനേക്കാൾ വലിയ ആവേശത്തോടെ ഇവിടുത്തെ സഖാക്കള് കോഴിക്കോട്ട് ഒരു ഫ്ളാറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. കോഴിക്കോട്ടെ ചാളയിൽ താമസിക്കുന്ന പാവം ആ ജനങ്ങളെ കുറിച്ച്. എന്ത് പറ്റിയടാ? ഇന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ നേതാക്കന്മാർ ഒന്നാം ഫ്ളാറ്റിലേക്ക് പോകുമോ? ആ ഫ്ളാറ്റിലെ ജീവിതത്തെക്കുറിച്ചും അതിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും പറയുമോ? അതുകൊണ്ട് ഈ തുള്ളലും തള്ളലും ഒക്കെ എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ് ഒരു കാര്യം ഞാൻ അരക്കിട്ട് ഉറപ്പിച്ച് പറയാം. കേരളത്തിലെ രണ്ട് മുന്നണികളും ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് തീവ്ര മതേതര നിലപാട്, മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ഒക്കെ വെച്ച് ഒക്കത്തും കക്ഷത്തും വെച്ച് നിങ്ങൾ നടത്തുന്ന തീവ്ര മതേതരം ഉണ്ടല്ലോ, അതൊരു പക്ഷേ അനിലക്കരയ്ക്കും രമേശനും ചെന്നിത്തലയ്ക്കും ഒക്കെ വലിയ മതേതരത്വമായി തോന്നുന്നുണ്ടാവാം. പക്ഷെ ആ പാർട്ടിയിലെ ആളുകൾക്ക് അങ്ങനെ തോന്നുമായിരുന്നുവെങ്കിൽ തൃശ്ശൂരിൽ ഈ ഒരു പ്രതാപനും K മുരളീധരനും ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആവേണ്ടിയിരുന്നോ നിങ്ങളുടെ ആവേശം എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ അയ്യപ്പ വിഷയത്തിൽ മുന്നോട്ട് വെച്ച നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് ഇവരെത്തിയിരിക്കുന്നു. അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി പിണറായി നിലപാട് മാറ്റി അരുൺകുമാർ മിണ്ടിയിട്ടില്ലല്ലോ. അല്ല, അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി കൊടുക്കുമോ? സ്ത്രീ പ്രവേശനത്തിന് നിങ്ങൾ എതിരാണ് എന്ന് അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി കൊടുക്കുമോ സുപ്രീം കോടതിയിൽ? ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ വക്കീല് അവിടെ പോയിട്ട് കേരളത്തിലെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റോർണി ജനറൽ ഹൈക്കോടതിയിൽ പോയിട്ട് അങ്ങനെ പറയുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇക്കാലം അത്രയും നിങ്ങൾ നടത്തിയ നവോത്ഥാന യാത്രകൾ, നവോത്ഥാന സമ്മേളനങ്ങൾ, പൊതുഖജനാവിലെ പണം ധൂർത്തടിച്ചത് കേരളത്തിലെ ജനത തള്ളിക്കളഞ്ഞു നിങ്ങൾ തുറന്ന് സമ്മതിക്കുമോ? നിലപാട് മാറ്റമുണ്ടെങ്കിൽ എന്നെ സ്വാഗതം ചെയ്യണ്ടേ, വെള്ളാപ്പള്ളി സ്വാഗതം ചെയ്യണ്ടേ? പക്ഷെ ഇവിടെ അതൊന്നും കേരളത്തിലെ ജനസാമാന്യം വിശ്വസിച്ചില്ല എന്നതിന് തെളിവാണ് പാളിപ്പോയ അയ്യപ്പ സംഗമവും വിജയിച്ചിരിക്കുന്ന വിശ്വാസ സംഗമവും. അതിലൂടെ കൃത്യമായിട്ട് ജനങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന ബോധ്യം അഭിലാഷ ഞങ്ങൾക്കുണ്ട്. അത് വിജയത്തിലെത്തുമെന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നു, കാത്തിരുന്ന് കാണേണ്ടതാണ് അത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി വിജയ്, അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?
ഓടി ഓടി ഓടി